ഹലോ കുട്ടീസ്, ഒന്നാം ക്ലാസ് തഫ്ഹീമുൽ ഖിറാഅയുടെ 6ാമത്തെ ചാപ്റ്റർ ഭാഗം 2. ജാമിഅ എന്ന് പറയുമ്പോൾ മുകളിൽ കാണുന്നുണ്ട് വലിയ ഒരു മസ്ജിദ് അല്ലേ, ഒരു പള്ളി. നമ്മൾ പള്ളിക്ക് സാധാരണ മസ്ജിദ് എന്ന് പറയും. ഈ ജാമിഅ എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ പള്ളി, വലിയ ജുമാ മസ്ജിദുകളൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ജാമിഅ എന്ന് പറയാം കേട്ടോ. ജീമിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഫത്തഹുള്ള ജീമിനെ അലിഫ് കൊണ്ട് നീട്ടിയിട്ട് ജാമിഅ അജാഅ വുജൂബുൻ ഉജീബു ജി കണ്ടോ. ഫത്തഹ് ഉള്ളതിന് അലിഫും ലൊമ്മക്ക് വാവും കസറിന് യാ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജീമിനെ നീട്ടിയിട്ടുണ്ട്. ജി അജാഅ വുജൂബുൻ ഉജീബു. ഉജാജൻ ഫതഹ തൻവീൻ, ജ എന്നത് ജൻ എന്നായി. ഉജാജൻ ഉജാജുൻ, ഇവിടെ ലൊമ്മ തൻവീൻ എന്ത് ചെയ്തു, ജു എന്ന് അത് ലൊമ്മ തൻവീൻ ആകുമ്പോൾ എന്തായി, ജുൻ. ഉജാജുൻ ഉജാജിൻ, കെസർ തൻവീൻ എന്ത് ചെയ്തു, ജിൻ. ജൻ ജുൻ ജിൻ, ജൻ ജുൻ ജിൻ. ഉജാജൻ ഉജാജുൻ ഉജാജിൻ. നെക്സ്റ്റ് ഫജ്ജൻ, ഇവിടെ എന്ത് ചെയ്തു, ഷദ്ദിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷദ്ദ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, കുറച്ചുകൂടെ കട്ടിക്കൂട്ടിയിട്ട് പറയും. ജൻ എന്നുള്ളത് ജൻ. ഫജ്ജൻ ഫജ്ജുൻ ഫജ്ജിൻ, ജൻ ജുൻ ജിൻ. ഫജ്ജൻ ഫജ്ജുൻ ഫജ്ജിൻ. ജു ജി ജൻ ജുൻ ജിൻ. ജു ജി ജൻ ജുൻ ജിൻ. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ്, ഇഖ്റ നമുക്ക് വായിക്കാം. ജാഅ ഉജീബു ഫജ്ജാജിൻ താജുൻ ജിഅ്തു. ജാഅ ഉജീബു ഫജ്ജാജിൻ താജുൻ ജിഅ്തു. നെക്സ്റ്റ് ജി എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്നും കണ്ടെത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ അജാ, ഇവിടെ എന്തുണ്ട്, ജാ അല്ലേ. ഫ അജാ ജാ ഉണ്ട്. നെക്സ്റ്റ് തഫ്ജീറുൻ, ഇതിലെന്താ ഉള്ളത്, ജി. പിന്നെ നുജൂമുൻ എന്നതിൽ ജൂ അല്ലേ, വാവിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം റൗണ്ട് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് മജീദുൻ എന്നതിൽ എന്താണ്, ജി അല്ലേ. അപ്പോൾ ജു ജി എന്നത് മൂന്നും എന്തുണ്ട്, താഴെയുള്ള വാക്കുകളിൽ ഉണ്ട് അല്ലേ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്താണ്, ജു ജി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കളറ് കൊടുത്തിട്ട് നല്ല സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കണം. ജു ജി. പിന്നെ നർസും കുത്തിനെ യോജിപ്പിച്ചിട്ട് നമുക്ക് വൃത്തിയിൽ എന്ത് ചെയ്ത് കൊടുക്കാം. 2 ജീമുണ്ട്,
ജാ ജൂ ജി. കുത്തിലൂടെ തന്നെ നല്ല വൃത്തിയിൽ വരക്കണം കേട്ടോ. അടുത്തത് നക്തുബു. നമ്മൾക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? താഴെയുള്ള ലൈനിൽ താഴെ നിന്ന് മുകളിലേക്ക് ഫസ്റ്റ് ഇവിടെ എഴുതുക, പിന്നെ ഇവിടെ എഴുതുക, പിന്നെ ഇവിടെ എഴുതുക. എന്താണ് എഴുതാനുള്ളത്? ജാ ആ. ഇവിടെ ഫുള്ളും ജാ ആ എന്ന് എഴുതാം. ഉജീബു ഉജീബു. ജി എത്തു ജി എത്തു. താജുൻ താജുൻ. ഓരോ അക്ഷരം എഴുതുമ്പോഴും പറഞ്ഞ് എന്ത് ചെയ്യണം? എഴുതാം. ഇപ്പം താന്ന് എഴുതുമ്പോൾ താന്ന് പറയാം, പിന്നെ ജുൻ എഴുതുമ്പോൾ ജുൻ പറയാം, എന്നിട്ട് താജുൻ. അങ്ങനെ ഓരോ അക്ഷരം പറഞ്ഞ് കൂട്ടി വായിച്ചിട്ട് നല്ല വൃത്തിയിൽ ഈ വരൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അടുത്തത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിൽ നിന്നുള്ള 4 വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്യാം? ജാ ജൂ ജി എന്ന അക്ഷരത്തിനെ കണ്ടുപിടിക്കാം. തുടങ്ങാം. ഇന്നി ജാഇലുൻ. ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഏതാണുള്ളത്? ജാ അല്ലേ? ജാ. പിന്നെയോ ഖുർആനും മജീദ്. അവിടെ ഏതാ വരുന്നത്? മജീദ് എന്നുള്ളതിൽ ജി ഉണ്ട് അല്ലേ? അടുത്തത് ഇസ്തജാറക്. ഇവിടെയോ? ഇവിടെ ഒരു ജാ. പിന്നെ വുജൂഹുഹും. ഇവിടെ ജൂ. ജാ ജി ജൂ 4 വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് ഖുർആനിൽ നിന്നുള്ള 4 വാക്കുകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. ഉജാജൻ ഉജീബു ഉജാജൻ ഉജീബു. സജ്ജാജൻ സജ്ജാജൻ അജീബു സജ്ജാജൻ അജീബു. അപ്പോൾ നമുക്ക് ജാ ജൂ ജി ജൻ ജുൻ ജിൻ ജൻ ജിൻ ജുൻ. 4 എണ്ണം അല്ല കേട്ടോ, 6 എണ്ണം അല്ലേ? ഫത്തഹും പിന്നെ നീട്ടാനുള്ളതും പിന്നെ ഷെത്തുള്ളതും. അങ്ങനെ 6 ടൈപ്പ് നമ്മൾ ജീമിനെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നല്ല ഉഷാറായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ബൈഹാർട്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.